മലപ്പുറം ജില്ലയിൽ ചങ്ങരംകുളത്തിനടുത്ത് ഇങ്ങനെയൊരു സ്ഥലം. വെള്ളമേഘങ്ങൾ നിറഞ്ഞ നീലാകാശം, വേനലിലും വറ്റാതെ ജലസമൃദ്ധമായ പുഴ, ഹരിതാഭയിൽ മുങ്ങിയ ഇരുകരകളും. തൃശ്ശൂർ കുറ്റിപ്പുറം പാതയിൽ ചങ്ങരംകുളം എന്ന ഒരു പട്ടണമുണ്ട്. ആ പട്ടണത്തിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരെ ഒരു മനോഹരമായ പ്രദേശം, എൻ്റെ സ്വന്തം നാട് കൂടിയായ നരണിപ്പുഴ. പുഴയുടെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി നിരവധി പ്രവൃത്തികൾ നടന്നു വരുന്നുണ്ട്. ഇവിടെ പുഴയോരത്ത് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. നരണിപ്പുഴ ടൂറിസത്തിൻ്റെ ആദ്യ ചുവടുവെപ്പ്. പ്രകൃതി സംരക്ഷണം ഒരു ജീവിതചര്യയാക്കിയ ഒരു ആളുണ്ട് ഇവിടെ. പുഴയുടെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇവിടെ ചെടികളും ഫലവൃക്ഷ തൈകളും നട്ടുവളർത്തുന്നു. പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പുഴയിൽ തള്ളുന്നതിനെതിരെ ഒരു പുഴ സംരക്ഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിനായി ഒരുപാട് സന്മനസ്സുകൾ ഇവിടെ രംഗത്തുണ്ട്. പ്രകൃതി രമണീയമായ ഈ പ്രദേശം ഭംഗിയായി നിലനിർത്താൻ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പ്രയത്നിക്കുന്നു. റഫീഖ് നമുക്കിവിടെ ഈ പുഴ കുറച്ച് ഭംഗിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണല്ലോ. നല്ല അനന്തമായ ടൂറിസം സാധ്യതക്ക് സ്കോപ്പുള്ള സ്ഥലമുണ്ട്. പക്ഷേ 2018 പുഴ സംരക്ഷണ സമിതിക്ക് രൂപം നൽകിയിട്ട് ഞാൻ ഇസ്മായിലാണ് ഇത് രൂപം നൽകി. ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്നത്തെ ഒരു പ്രസിഡന്റ്. പിന്നെ അതിന്റെ ഭാഗമായിട്ട് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ കൂട്ടിയിരുത്തി ഇവിടുത്തെ വാർഡ് മെമ്പർമാർ ബാബു വഴങ്ങിൽ, സീന രാജൻ, അങ്ങനെ ഈ പ്രദേശത്തുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം എല്ലാവരും പേര് എടുത്ത് പറയുന്നില്ല. നമ്മളെ
ഫസലുർ റഹ്മാൻ പരിസ്ഥിതി പ്രവർത്തകരാണ് എരമംഗല കേന്ദ്രീകരിച്ചിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ അവരൊക്കെ ഒരു ഇതാണ് നമ്മൾ ഇതിലേക്ക് കടന്നു വരാൻ കാരണം. ഈ ഫസലൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് പരിസ്ഥിതി പ്രവർത്തനത്തിൻ്റെ കാര്യമായിട്ട് വരാൻ കാരണം. നമ്മളെ നരണിപ്പുഴ ജലാശയത്തിൽ ഈ സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ ഓരോരുത്തർ കിട്ടിയതല്ല ഈ പുഴയിലും പുഴയുടെ തീരത്തുള്ള പുറത്തുള്ള ആളുകൾ ടാങ്കറുകളിലായിട്ടും കൈകളിൽ കിട്ടുന്ന വേസ്റ്റുകളൊക്കെ വണ്ടിയിലൊക്കെ പലതരം വണ്ടിയിലൊക്കെ കൊണ്ടുവന്നിട്ട് പുഴയിൽ തള്ളിയിട്ട് പുഴ മലിനാണ്. പക്ഷെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി സൈഫുദ്ദീൻ അടക്കം ഒരുപാട് ആളുകൾ ഈ പുഴയെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ആളുകളാണ്. അപ്പുറത്തുള്ള ക്ലബ്ബുകളായാലും ഇപ്പോൾ യുവചേതനായാലും ഒരുപാട് ക്ലബ്ബുകൾ, യുവചേതന, അതുപോലെ തന്നെ അവിടുത്തെ തൂലിക, അപ്പുറത്തെ ഇന്ദിരാജ്, അങ്ങനെ ഒരുപാട് ആളുകളെ ഇടപെടലുകളൊക്കെ ഉണ്ട്. എന്നാലും കാര്യമായിട്ടുള്ള ഇടപെടലുകൾ ഇപ്പോഴും എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് പറയുന്നത്. പുഴ സംരക്ഷണ സമിതി രൂപം നൽകി എന്നല്ലാതെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു തവണ 2017 നമ്മളെ ലക്ഷ്യത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. ഒരു പകുതി പോലും ആയിട്ടില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ കുറെ ചെടികളൊക്കെ നടുന്നുണ്ട്. റഫീഖാടെ കുറെ അധ്വാനം. ഇവിടെയുള്ള സ്വകാര്യ വ്യക്തികൾ, ചില മാട്ടേരി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്. അവർ മജീദ് ഖാൻ എന്ന് പറയും. മജീദ് ഖാനാണ് ഇപ്പം നമ്മൾക്കിത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് 5000-ഓളം രൂപയുടെ. പിന്നെ നമ്മളെ ചേരിക്കല്ലുള്ള സുഹൃത്ത് ഒരു 2 മരത്തൈ സ്പോൺസർ ചെയ്ത് 1 കിലോ വളം. പിന്നെ അബൂബക്കർ വങ്ങാട്ടയിൽ ഒരു 1000 രൂപ സ്പോൺസർ ചെയ്ത്. പിന്നെ അശോകൻ മാലാട്ടിരി അത് നമുക്കിവിടെ വൃത്തിയാക്കാനുള്ള ഫണ്ട് ഒരു 1500 രൂപ തന്നു. അങ്ങനെ ഓരോരുത്തരും നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരുപാട് ആളുകൾ നമുക്ക് ഫണ്ടുകൾ തന്നിട്ടുണ്ട് ഇതിൻ്റെ ഓരോ മേക്കപ്പിനും കാര്യങ്ങൾക്ക്. അപ്പോൾ ഡോക്ടർ ഉമ്മറലി വളങ്ങൾ മേടിക്കാൻ ഇനി ഒരുപാട് അനന്തമായ സാധ്യത. നമ്മൾ ഇതിനെ 2 സൈഡും വാഹന സൗകര്യം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ 2 സൈഡും ഫലവൃക്ഷത്തോട്ടം. ഇനിയും ഒരുപാട് ടൂറിസ്റ്റ് ആക്ടിവിറ്റികൾക്ക് സാധ്യതയുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പുഴയുടെ മറുകരയിൽ മനോഹരമായൊരു പ്രൊമനേഡ് നിർമ്മിച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. സന്ധ്യാനേരങ്ങളിലെ ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. നോക്കി കാണുമ്പോൾ ഒരു വൃത്തിയുള്ള പ്രദേശമാണെന്ന് മനസ്സിലാക്കുമ്പോഴേ ഇവിടെ മാലിന്യം വലിച്ചെറിയാതിരിക്കും. അതാണ് ഇപ്പോൾ പുഴ സംരക്ഷണ സമിതിയുടെ ലക്ഷ്യം. ഈ പുഴയെ ഇത്രയും നല്ല നീളമുള്ള പുഴ, വെട്ടിക്കട മുതൽ ബിയ്യം വരെയുള്ള ഒരു കോൾ മേഖലയുടെ നടുവിലൂടെ ഒഴുകുന്ന ഒരു കായലെന്നും പുഴ എന്നൊക്കെ പറയുന്നത്. അരണിപ്പുഴ എന്നും ചെറവല്ലൂർ കായലെന്നും അങ്ങനെ പല രീതിയിൽ ഇവിടെ കാഞ്ഞിരമുക്ക് പുഴ എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. പക്ഷേ ഇതിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തിട്ട് സൈഡിലേക്ക് നീക്കം ചെയ്ത് ഇതിൻ്റെ സൈഡിൽ കണ്ടലുകൾ, കുറ്റിക്കണ്ടലുകൾ വെച്ച് പിടിപ്പിച്ചാൽ വണ്ടിന് ഉറപ്പ് മാത്രമല്ല, നമ്മളെ ഈ കോൾ മേഖലയിൽ നിന്ന് പുറന്തള്ളുന്ന ഒരുപാട് ഊറ്റുവെള്ളമുണ്ട്. അതിലുള്ള വിഷാംശത്തെ വലിച്ചെടുക്കാൻ കണ്ടലിന് കഴിയും. ശുദ്ധജല കണ്ടലുകൾ വെച്ച് പിടിപ്പിച്ചാൽ അത് പടർന്ന് പിടിക്കുന്ന ടൈപ്പുണ്ട്, പടർന്ന് പിടിക്കാത്ത ടൈപ്പുണ്ട്. അത് നല്ല ടൈപ്പ് നോക്കിയിട്ട് ഇപ്പോൾ കാസർഗോഡിലെ ദിവാകരൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്, പരിസ്ഥിതി പ്രവർത്തനം 15 വർഷമായിട്ട്. അയാൾ ശുദ്ധജല കണ്ടലുകൾ, ഉപ്പുവെള്ളത്തിലുള്ള കണ്ടലുകളെ കൺവേർട്ട് ചെയ്തിട്ട് നല്ല വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു സിസ്റ്റം അയാൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വിജയിച്ചിട്ടുണ്ട്. അയാൾക്ക് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര അവാർഡ് ഇല്ലെങ്കിലും നമുക്കൊരു 100 മീറ്റർ ആദ്യഘട്ടത്തിൽ ചെയ്യണം എന്ന് പറഞ്ഞ ബ്ലോക്കിനോട് നമ്മൾ സമീപിച്ച്